പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അലീനയാണെങ്കിലും മുത്തശ്ശിയുടെ കയ്യിൽ മരുന്നൊക്കെ ഇട്ട് തടവി കൊടുക്കുകയാണ് കേട്ടോ. മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു ഈ കൈക്ക് നല്ല വേദനയുണ്ട് എന്ന്. അപ്പോൾ അലീന പറയും അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന്. എന്നിട്ട് മുത്തശ്ശി ഇങ്ങനെ ഒന്ന് ചിന്തിച്ചിട്ട് ഇങ്ങനെ അലീനയോട് ചോദിക്കുകയാണ്, നീ ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന ഇല്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്താ മുത്തശ്ശി അങ്ങനെ ചോദിച്ചത് എന്ന് പറയുമ്പോൾ, അല്ല അവിടെയല്ലേ താജ്മഹലൊക്കെ ഉള്ളത്, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയുമ്പോൾ, എന്നിട്ട് മുത്തശ്ശീനോട് അലീന ചോദിക്കുന്നുണ്ട് മുത്തശ്ശി ആഗ്രയിൽ പോയിട്ടുണ്ടോ എന്ന് കേട്ടോ. അപ്പോൾ പോയിട്ടുണ്ട് എന്ന് പറയും. ആഗ്രയിൽ ഗംഗാധരൻ താമസിച്ചിരുന്ന സമയത്ത് ഗംഗാധരൻ്റെ ഭാര്യ മാലതി പ്രസവിക്കാൻ കുഞ്ഞിനെ ആദ്യത്തെ കുഞ്ഞുണ്ടായ സമയത്ത് ഞങ്ങൾ കുഞ്ഞിനെ കാണാൻ പോയിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, മാഡം ആഗ്രയിലേക്ക് താമസിച്ച കാര്യം മുത്തശ്ശീനോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയും കേട്ടോ. അതൊക്കെ ശരി തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ കൂടെയാണോ വൈജ മാഡം വന്നിട്ടുള്ളതെന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുമ്പോൾ, അല്ല ഞങ്ങളുടെ കൂടെ അവൾ വന്നിട്ടില്ല, ഗംഗാധരൻ്റെ ഭാര്യ രണ്ടാമത് പ്രസവിക്കാനായപ്പോൾ ഒരു കൂട്ടിന് വേണ്ടിയിട്ടാണ് അവൾ ആഗ്രയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് എന്ന് പറയും കേട്ടോ. അപ്പോൾ അലീനയാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിനെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഡം അവിടെ ഇങ്ങനെ ആഗ്രയിൽ കുറച്ച് കാലം ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, അത് കഴിഞ്ഞ് മുത്തശ്ശി ചോദിക്കുകയാണ്, അതിന് ഞാൻ നിന്നോട് അവളിങ്ങനെ ശാസ്തമംഗലത്ത് നിന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ അതിനോട് മനുവേട്ടനാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, മനു എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേ ബന്ധുക്കളുടെ കാര്യമൊക്കെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ വൈജ മാഡം കുറച്ച് കാലം ശാസ്തമംഗലത്ത് നിന്നു എന്ന് എന്നോട് പറഞ്ഞതാണെന്ന് പറയും കേട്ടോ. അവൻ വേറെ എന്തെങ്കിലും പറഞ്ഞോ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കുമ്പോൾ, വേറെ എന്ത് പറയാനാ, വേറെ എന്തെങ്കിലും ഉണ്ടോ മുത്തശ്ശി എന്നിങ്ങനെ അലീന ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഒന്നുമില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ പിന്നീട് അലീന ചോദിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങനെ മുത്തശ്ശീനോടല്ലല്ലോ പറഞ്ഞത് ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാം എന്നുള്ളത്, വൈജ മാഡത്തിനോടാണല്ലോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ മുത്തശ്ശി എങ്ങനെയാണ് ഇതൊക്കെ അറിഞ്ഞ് എന്നോട് ചോദിച്ചതെന്ന്. അതല്ല, അവളോട് നീ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിനക്ക് ഇങ്ങനെ ആഗ്രയിലെ ചരിത്രമൊക്കെ അറിയാമെന്നുള്ളത് എന്നിങ്ങനെ പറയുമ്പോൾ, അത് ഞാൻ വെറുതെ തട്ടിവിട്ടതാണ്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ വെറുതെ തട്ടിവിട്ടതാണ്, മാഡം പേടിച്ചു പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ അവൾ നിന്നെ പേടിക്കാനോ അതും വൈജയോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി അങ്ങ് കുറച്ച് ഒരു ദേഷ്യം കാണിക്കുന്നുണ്ട് കേട്ടോ. കൈ മതി തിരുമിയത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൈ തിരിച്ചങ്ങ് കൊടുക്കും കേട്ടോ എന്നാന്നൊക്കെ പറഞ്ഞിട്ട് അലീനയ്ക്ക് ഇങ്ങനെ സങ്കടമായി എന്ന് മനസ്സിലാവുമ്പോൾ, അത് കഴിഞ്ഞ് പിന്നീട് മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിലും പണ്ട് നടന്നതൊക്കെ എന്തിനാ മണ്ണിട്ട് മൂടിയതൊക്കെ നമ്മൾ എന്തിനാ വീണ്ടും കുത്തിപ്പൊക്കി എടുക്കുന്നതെന്ന് പറയും. അപ്പോൾ എന്താ മുത്തശ്ശി മണ്ണിട്ട് മൂടിയതെന്ന് അലീന ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അലീനയോട് മുത്തശ്ശി പറയുകയാണ്, മനുഷ്യനെയും ജീവികളെയും ഒന്നുമല്ല മണ്ണിട്ട് മൂടിയത്, പണ്ട് നടന്ന കുറേ കാര്യങ്ങളാണെന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും അലീന പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശിയുടെ മനസ്സിലുള്ളത് മുത്തശ്ശിയുടെ മനസ്സിലും എൻ്റെ മനസ്സിലുള്ളത് എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് അലീന കിച്ചണിലേക്ക് പാത്രം കഴുകാനായിട്ട് വരികയാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് കൃഷ്ണമോളും അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അലീനേനെ പാത്രം കഴുകാനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് കൃഷ്ണമോൾ തന്നെ ചെയ്യാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വൈജയന്തി അങ്ങോട്ട് വന്നിട്ട് കൃഷ്ണേനെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണമോൾ പാത്രം കഴുകുന്ന കാണുമ്പോൾ തന്നെ വൈജയന്തിക്ക് ദേഷ്യം വരുന്നുണ്ട്. അപ്പം നിനക്ക് പഠിക്കാനൊന്നുമില്ല എന്ന് ചോദിക്കുമ്പോൾ, പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതും പഠിക്കണമല്ലോ എന്നൊക്കെ പറഞ്ഞ് കൃഷ്ണമോൾ തർക്കുത്തരം പറയാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ഞാഞ്ഞൂല് വെറുതെ തല പൊക്കണ്ട എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, ഗ്രഹണ സമയത്ത് ഞാഞ്ഞൂലിനും തല പൊക്കുക എന്നാണ് പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നന്നായിട്ട് തർക്കുത്തരം പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ അലീന തന്നെയാണ് അവിടെ പാത്രം കഴുകാൻ നിർത്തിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ, അവൾക്ക് ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത്, അത് മാഡത്തിനോട് ആരും പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വൈജയന്തിനോട് തട്ടി കയറുകയാണ്. അപ്പോൾ വൈജയന്തി അലീനോട് പറയുന്നുണ്ടായിരുന്നു, നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഒരു ചായ എടുക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾ അലീനോട് പറയാണ്, വെറുതെ ഇങ്ങനെ നിൽക്കേണ്ട ചേച്ചി, ഏത് സമയം ചൊറിഞ്ഞുകൊണ്ട് നിൽക്ക്, അതാണ് അമ്മയ്ക്ക് ഇഷ്ടം, വെറുതെ നിൽക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കളിയാക്കും കേട്ടോ. അപ്പോൾ വൈജയന്തി ആണെങ്കിൽ അവിടുന്ന് ദേഷ്യപ്പെട്ട് പോകും. പിന്നീട് അലീന ചായ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ടും പോകും കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. പലീനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചോറും കറികളൊക്കെ ഇരിപ്പില്ലേന്ന്. പലീനെ പറയും ഉണ്ട് എന്ന് പറയും കേട്ടോ. കറികൾ കുറച്ച് കുറവാണെന്നേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നിനക്ക് റെസ്റ്റ് അല്ലേ അതാണ് ചോദിച്ചതെന്ന്. എന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇവിടെ ഉണക്ക ചെമ്മീൻ ഇരിപ്പുണ്ടോയെന്ന് കേട്ടോ. ഉണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ പിന്നെ നീ അത് വെച്ചൊരു നല്ലൊരു ചമ്മന്തി ഉണ്ടാക്കി, നേരത്തെ ഉണ്ടാക്കി തന്നിരുന്നല്ലോ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ശരിയെന്ന് പറയുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കും ഇഷ്ടമാവും എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്. എന്നിട്ട് കല്ലിലൊന്നും അരയ്ക്കേണ്ട കേട്ടോ, മിക്സിയിലിട്ട് അരച്ചാൽ മതിയെന്നും പറയുന്നുണ്ട്, പതുക്കെ ചെയ്താൽ മതിയെന്നും പറയും കേട്ടോ അലീനയോട്. അലീന ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോവും. പിന്നീട് അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മുത്തശ്ശിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. മുത്തശ്ശീനോടാണെങ്കിലും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, അമ്മയ്ക്ക് ഞാൻ ഈ റൂമിലൊരു TV വെച്ച് തരാം, അമ്മ പെട്ടെന്ന് എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പിന്നെ ഞാനത് ചെയ്യാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു, ഞാൻ വൈജയനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അവൾ പറഞ്ഞത് ഇവിടെ TV വെച്ചിട്ടുണ്ടെങ്കിൽ അലീന ഏത് സമയം ഇങ്ങനെ TV കണ്ടുകൊണ്ടിരിക്കും, ജോലിയൊന്നും ചെയ്യില്ല എന്നൊക്കെയാണെന്ന് പറയുമ്പോൾ, എന്തായാലും നമുക്ക് ഞാനൊരു ചെറിയ TV വാങ്ങാം, അത് വെക്കാമെന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. എന്നിട്ട് അമ്മയുടെ ഫോൺ എവിടെയാണ്, അത് സൈലൻറ്റിലാണോ ഇട്ടിരിക്കുന്നത്, കോള് വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എന്ന് പറയട്ടെ. അപ്പം മുത്തശ്ശി ആ ഫോൺ എടുത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ബാലചന്ദ്രനാണെങ്കിലും അതിൽ കോൾ റെക്കോർഡൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ്റെ ഫോണിലേക്ക് വാട്സപ്പിൽ അയക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ബാലചന്ദ്രൻ്റെ ഫോണിൽ നിന്ന് ഒന്ന് കോൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ റിങ് ചെയ്യുന്നുണ്ട്, കോളൊക്കെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിക്ക് തിരികെ കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ആദ്യം അമ്മ ഊണ് കഴിച്ചോ എന്നൊക്കെയാണ് കേട്ടോ ചോദിക്കുന്നത്. അപ്പോൾ കഴിച്ചിട്ടില്ല, എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്നുണ്ട് അലീന. അമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് നോക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എൻ്റെ അടുത്ത് ഒരാൾ മതി, ഞാൻ വിളിക്കുമ്പോൾ വിളി കേൾക്കാനും അതുപോലെ തന്നെ ഞാൻ അവളെ കൊണ്ട് മരുന്ന് മാത്രമേ എടുപ്പിക്കാറുള്ളൂ, ഒരു ജോലിയും ചെയ്യിപ്പിക്കാറില്ല എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേതായാലും നന്നായി എന്നൊക്കെ, എല്ലാം ശരിയായിക്കോളും എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ ഫോൺ തിരികെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. ഊണ് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നീട് ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അലീന എല്ലാം ടേബിളിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അലീന കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അലീനയോടും ഊണ് കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ബാലചന്ദ്രൻ. അപ്പോൾ ഇല്ല എന്ന് പറയും. ഞാൻ മുത്തശ്ശിക്ക് കൊടുത്തിട്ട് കഴിച്ചോളാം എന്ന് പറയുമ്പോൾ മുത്തശ്ശിക്ക് അമ്മയ്ക്ക് നേരത്തെ കൊടുക്കേണ്ടതെന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ചോദിച്ചതാണ്, മുത്തശ്ശിക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് പറയും. എന്നാൽ പിന്നെ കൊടുത്തിട്ട് വാ എന്ന് പറഞ്ഞ് അലീനേനെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴും ആ ഫോണിലേക്ക് അയച്ചിട്ടിരിക്കുന്ന കോൾ റെക്കോർഡൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കുന്നുണ്ട്, കേൾക്കുന്നില്ല കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് ബാലചന്ദ്രൻ്റെ റൂമിലേക്ക് വരികയാണ്. എന്നിട്ട് ഡോറൊക്കെ അടച്ച് അവിടെ ബെഡിൽ കിടന്നിട്ട് ഇങ്ങനെ ആ കോൾ റെക്കോർഡൊക്കെ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു. രോഹിത്തും അലീനയും തമ്മിൽ സംസാരിക്കുന്നതും ഒക്കെ. ഞാൻ അലീനയാണെന്ന് ഇങ്ങനെ രോഹിത്തിനോട് പറഞ്ഞല്ലോ, അപ്പോൾ നീ വെച്ചിട്ട് പോടി പുല്ലേ നീക്ക് പറഞ്ഞിട്ട് ഇങ്ങനെ രോഹിത്താണെങ്കിലും ഭയങ്കര മോശമായിട്ടൊക്കെയാണല്ലോ അലീനയോട് അന്ന് സംസാരിച്ചത്. അപ്പോൾ ആ സംഭാഷണം മുഴുവൻ ബാലചന്ദ്രൻ കേൾക്കുകയാണ് കേട്ടോ. അപ്പോൾ നീ എന്താ വിചാരിച്ചത്, ഞാൻ നിനക്കെതിരെ പോലീസിനോട് മൊഴി കൊടുത്തില്ല എന്ന് വിചാരിച്ച് എനിക്കിപ്പോൾ വേണമെങ്കിലും അത് മാറ്റി പറയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. നീ ഹരിയും കൂടെ അന്ന് എന്നോട് എന്താ ചെയ്തതെന്ന് ഞാൻ സാറിനോട് പറയും, അതുപോലെ തന്നെ ഇവിടെ എല്ലാവരോടും പറയും, ഇന്ന് രാത്രി ഊണുമേശയിൽ ഒത്തുകൂടുമ്പോൾ ഞാൻ എല്ലാം വിളിച്ച് പറയും എന്നൊക്കെ ഇങ്ങനെ അലീല പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ബാലചന്ദ്രനും അറിയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആ വോയിസ് കേട്ട് കഴിഞ്ഞിട്ട് പിന്നെ രേവതിക്കുട്ടി അലീനയും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ കേൾക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു, ബാലചന്ദ്ര സാർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വരുന്ന സമയത്ത് സാറ് മാത്രമല്ലേ കാണുള്ളൂ, ആ സമയത്ത് സാറിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും, ഹരിയും രോഹിത്തും കൂടെ ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി ഇങ്ങനെ തന്നതും അതുപോലെ തന്നെ ചേച്ചീനെ ഇങ്ങനെ ചേച്ചി കുഴഞ്ഞ് വീഴാൻ പോയപ്പോൾ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചതും ചേച്ചി തന്നെത്താൻ കത്രിക എടുത്ത് വയറ്റിൽ കുത്തിയതും ഒക്കെ തന്നെ അങ്ങ് പറഞ്ഞേക്ക് അത് സാർ അറിയണം എന്ന് പറഞ്ഞ കാര്യങ്ങളും എല്ലാം തന്നെ രേവതിക്കുട്ടിയാണെങ്കിലും അലീനോട് പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ കേൾക്കുകയാണ് കേട്ടോ ബാലചന്ദ്രൻ. അതെല്ലാം കേട്ട് ആകെ ഇങ്ങനെ തകർന്ന് ഇങ്ങനെ ഒരു വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് രോഹിത്തിനോട് അലീന സംസാരിക്കുന്ന ആ ഒരു വോയിസ് തന്നെ ഉണ്ടായിരുന്നല്ലോ, മനുവേട്ടനോട് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടവരോടെല്ലാം ഞാൻ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് അലീന തന്നെ പറയുന്നുണ്ടായിരുന്നല്ലോ. അപ്പം മനുവിനും സത്യം അറിയാമെന്ന് ബാലചന്ദ്രൻ മനസ്സിലാക്കി. പിന്നെ ഹരിക്കിട്ട് നന്നായിട്ട് കൊടുത്ത കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ രേവതിക്കുട്ടീനോട് സംസാരിക്കുന്ന സമയത്തും. ഹരിയാണെങ്കിൽ മനു കാര്യങ്ങളൊക്കെ അറിഞ്ഞ ശേഷം ഹരിക്കിട്ട് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ, അതും എല്ലാം തന്നെ ബാലചന്ദ്രൻ തിരിച്ചറിയാൻ കേട്ടോ. എന്നിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ ഇങ്ങനെ തകർന്നിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് മെല്ലെ റൂമിൻ്റെ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അലീനയാണെങ്കിൽ ഹോളിലിങ്ങനെ ടേബിളൊക്കെ തുടച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു വിഷമത്തോടു കൂടി ഇങ്ങനെ അലീനയെ നോക്കുന്ന ബാലചന്ദ്രനെയും കാണിക്കുന്നുണ്ട്. പിന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. നാളെ വീണ്ടും മനു ഇങ്ങനെ വീട്ടിലേക്ക് കടപ്പാട്ടൂരിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് രേവതിക്കുട്ടി അലീനയെ വിളിക്കുന്നുണ്ട്. അലീനയെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അവിടെ സാറിനോട് കാര്യങ്ങൾ പറഞ്ഞു എന്നൊക്കെ. അപ്പോൾ പറഞ്ഞിട്ടില്ല, സാറിന് എന്തൊക്കെയോ സംശയം ഉണ്ടെന്ന് അലീന തിരിച്ച് രേവതിക്കുട്ടീനോട് പറയുകയാണ്. പിന്നീട് മനുവിനോട് ഇങ്ങനെ അലീനയുടെ വയറ്റിൽ തറച്ച് കയറിയ കത്രിക എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നീ ഇത് കണ്ടോ, ഇതാണ് അന്ന് അലീനയുടെ വയറ്റിൽ കുത്തി കയറിയ കത്രിക. അപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, അന്ന് ഇവിടെ എന്താ സംഭവിച്ചതെന്ന് നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാമെന്ന് എനിക്കറിയാം, അതുപോലെ തന്നെ എനിക്കിപ്പോൾ അറിയാമെന്ന് ബാലചന്ദ്രൻ മനുവിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ടുപേരും സത്യങ്ങളൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോൾ വൈജയന്തിയും കൂടി അറിയാനുള്ളൂ. അത് കഴിഞ്ഞ് പിന്നീട് വൈജയന്തി വീട്ടിലേക്ക് വരുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ ഇത്രയൊക്കെയാണ് കാണിച്ചത്.